അങ്ങനെ ബിരിയാണി നമ്മൾ കഴിക്കാൻ പോണ്. നിങ്ങളൊന്ന് വെച്ചിട്ട് എല്ലാവരും ട്രൈ ചെയ്യണം. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഈ ചിക്കനൊക്കെ ഭയങ്കര സ്മൂത്തി ആയിരിക്കും. വെൽക്കം ടു മുനീസ് വേൾഡ്. മുനീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് എല്ലാ പ്രശ്നങ്ങളും റൈഡിങ് വീഡിയോകൾ, നമ്മളെ ട്രാവൽ വീഡിയോകളൊക്കെ ഇട്ടിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കുക്കിംഗ് വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ബിരിയാണി ഉണ്ടാക്കുകയാണ്. ബ്രോയിലർ ചിക്കൻ പച്ചയിൽ കുക്കറിൽ വെച്ചിട്ട് ദമ്മിടുന്ന ബിരിയാണിയാണ്, ദം ബിരിയാണി. അങ്ങനെ അതിൻ്റെ എല്ലാ സാധനങ്ങളും റെഡിയാണ്. അപ്പോൾ നമ്മളെ ചാനലിൽ ഇങ്ങനെ ട്രാവൽ മാത്രമല്ല എല്ലാ വീഡിയോകളും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ള ഒരു പുതിയ ഒരു വീഡിയോ ഈ കുക്കിംഗ് ആണ് ഇന്നത്തേത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാമെന്ന് ആദ്യം പറയാണ്. അങ്ങനെ നമ്മൾ ബിരിയാണി വെക്കുന്നതിലേക്ക് കടക്കാം. വരി. അങ്ങനെ സാധാരണ എല്ലാവരും ഉണ്ടാക്കാൻ പറ്റുന്ന വറുത്തെടുത്ത സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരിക്ക് നമ്മൾ ബ്രൗൺ നിറം മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ബാലൻസ് വരുന്ന കുറച്ച് സവാള നമ്മൾ സ്ലൈസ് വെച്ചിട്ടുണ്ട്. ഏകദേശം 3/4 കിലോ സവാള എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 600 ഗ്രാമോളം തക്കാളി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മല്ലിച്ചപ്പ്, പുതിന നല്ലപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 30 ഗ്രാം വീതം. ഒരു 2-2.5 സ്പൂൺ വീതം പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 2 ചെറുനാരങ്ങ, കുറച്ച് തൈര്, അതൊക്കെ റെഡിയാണ്. പിന്നെ മിൽമൻ്റെ നെയ്യിലാണ് നമ്മൾ ഉണ്ടാക്കണം കേട്ടോ. 6 kg സൺഫ്ലവർ ഓയിൽ, ഡാൽഡ അങ്ങനത്തെ നെയ്കളൊന്നും ഉപയോഗിക്കാതെ ഹെൽത്തി ആയിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കണേ. കുറച്ച് കോക്കനട്ട് ഓയിലും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് വേണ്ടത് മല്ലിപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിന് മെയിനായിട്ട് വേണ്ട സാധനം ഇതിൻ്റെ ബിരിയാണി മസാലേൻ്റെ പൊടി കേട്ടോ. നമ്മൾ പൊടിയൊന്നും വാങ്ങുന്നില്ല. അതിൻ്റെ മസാലയുടെ കൂട്ട് ഇങ്ങനെ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ഇത് നല്ലപോലെ ഒരു ഫ്രൈ പാനിലിട്ടിട്ട് ചൂടാക്കി വറുത്തിട്ട് നന്നാക്കി പൊടിച്ചെടുത്താൽ അടിപൊളി ബിരിയാണി മസാല സെറ്റായിട്ടോ. നമ്മളെപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴും ഈ മിക്സ് വാങ്ങിയിട്ട് നല്ലപോലെ വറുത്ത് പൊടിച്ചിട്ട് ഇതുപോലെ ആക്കി എടുക്കലാണ്. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാനാണ്. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് കേടുന്നില്ല, കുറേ കാലം കേട് കൂടാതെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ബിരിയാണി വെക്കാൻ തുടങ്ങുകയാണ്. ആദ്യം നമ്മൾ വറുത്ത് കോരി വെച്ച നെയ്യിൻ്റെ ബാലൻസ് നെയ്യ് അതിലുണ്ടാവും. ആ നെയ്യിലേക്ക് കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് സവാള ഇടാണ്. ഗ്യാസ് സ്റ്റവ് കത്തിക്കൊന്നും വേണ്ട, ഫ്ലെയിമൊന്നും ഇല്ലാതെ വെറുതെ അതിൽ വെച്ചിട്ടുള്ളൂ. സവാള ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിലേക്ക് നമ്മൾ തക്കാളി ഇടാണ്. പിന്നെ ഒക്കെ കറക്റ്റാക്കി വെച്ച ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ പച്ചമുളക് ചതച്ചത്, ഇതെല്ലാം കൂടി നമ്മൾ ഇതിലേക്ക് ഇടാൻ പോവാണ്. ഇട്ടു. പിന്നെ മല്ലിച്ചപ്പ്, പുതിന കാണുമല്ലോ സംഭവം. മല്ലിച്ചപ്പ്, പുതിന ഇത് ഇട്ടു. അപ്പം അത് ഇതേപോലെ എല്ലാം നമ്മൾ ഈ കുക്കറിലേക്ക് ഇട്ടിട്ടോ നല്ല കളർഫുള്ളായിട്ട് നിൽക്കേണ്ടില്ലേ. ഇതിലേക്ക് പൊടികൾ ചേർക്കേണ്ടതായിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ മല്ലിപ്പൊടി ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കളർ കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ, മഞ്ഞൾപ്പൊടി ഇട്ടില്ലെങ്കിൽ നമ്മളെ ബിരിയാണി വേറൊരു കളറായിട്ടുണ്ടാവും. നമ്മൾ ചില സമയത്ത് മഞ്ഞൾപ്പൊടി ഇടാതെ വെക്കലില്ല. പിന്നെ നമ്മൾ ബിരിയാണി മസാല പൊടിച്ചത് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് നമ്മൾ. പിന്നെ ചെറുനാരങ്ങയുടെ പകുതി എടുക്കുന്നുള്ളൂ കേട്ടോ. തൈര് ചേർക്കുന്നതുകൊണ്ട് അധികം പുളി വേണ്ട. വലിയ ചെറുനാരങ്ങ ആയതുകൊണ്ട് അത് ചെറുനാരങ്ങയുടെ പകുതി. പിന്നെ കുറച്ച് തൈര് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നാക്കി മിക്സ് ചെയ്യാം. കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ ഇതുപോലെ ആവണം കേട്ടോ. ഇതുപോലത്തെ ഒരു പരുവാക്കി എടുക്കണത് നല്ലപോലെ ഒട്ടച്ചെടുക്കണം. വെള്ളമൊന്നും ഒഴിക്കണ്ട. ഈ തൈരിന് തക്കാളിൻ്റെയൊക്കെ നീര് തന്നെ ഒരു വെള്ളം പോലെ ആയി വരും. നല്ല സെറ്റാണ്. പിന്നെ വലിയ കഷ്ണങ്ങളാക്കി എടുത്ത ചിക്കനാണിത്. 1 കിലോ ചിക്കൻ ലെഗ് പീസാണ് ഇതിൽ കൂടുതലും. ലെഗ് പീസിന് വേറെ ടേസ്റ്റ് തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ലെഗ് പീസ് സെലക്ട് ചെയ്തത്. അങ്ങനെ അത് കഴുകി വെച്ച ചിക്കന് ഇതിലേക്ക് ഇട്ടിട്ട് നമ്മളൊന്ന് അതൊന്ന് മിക്സ് ചെയ്യണം. ഈ മസാലയുടെ കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല നാടൻ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് വെക്കാം കേട്ടോ. അവിടെ കിടന്നോട്ടെ, കുറച്ച് നേരം റെസ്റ്റ് നിന്നോട്ടെ. വെള്ളം തിളച്ച് റൈസ് റെഡി ആവുന്നത് വരെ അവിടെ റെസ്റ്റ് ആവട്ടെ. ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മളെ സ്പൈസസും സോൾട്ടൊക്കെ ആഡ് ചെയ്ത് റെഡി ആയതിനു ശേഷം നമ്മൾ അരി ഇടാൻ പോകും കേട്ടോ. വാഴയില വട്ടത്തിൽ വെട്ടിയെടുത്താണിത്. അങ്ങനെ നമ്മളെ ഹെൽത്തി ബിരിയാണിയിലേക്ക്
ഒരു ഹെൽത്തി കണ്ടന്റ് കൂടിയാണ്. നമ്മൾ വാഴയില ഔഷധ ഗുണങ്ങൾ കൂടി നമ്മൾ റൈസിലേക്ക് കയറി വരും. റൈസും മസാലയും കൂടി മിക്സ് ആവാക്കാൻ വേണ്ടി നമ്മളിത് വെക്കുന്നത്. അത് ഓപ്ഷനാണ്, വെച്ചിരിക്കും കുഴപ്പമൊന്നുമില്ല, രണ്ടും കൂടി മിക്സ് ആവുന്നുള്ളൂ. ആവശ്യമില്ലെങ്കിൽ വെച്ചാൽ മതി. ഞങ്ങൾ സാധനം അങ്ങനെ വെച്ചിട്ട് ഉപയോഗിക്കാറ്. വെട്ടിത്തിളച്ച വെള്ളത്തിലേക്ക് അരിയിട്ട് അത് തിളച്ച് വരുമ്പോൾ ഒരു ഹാഫ് കുക്കായതിനു ശേഷം നമ്മൾ ഈ ഇലയുടെ മുകളിൽ കുറച്ച് വറുത്തെടുത്ത അണ്ടി മുന്തിരിയൊക്കെ ആദ്യം ഇട്ട് വെക്കണം കേട്ടോ. ഇതുപോലെ കുറച്ച് ഇട്ട് വെച്ച് അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു 60% കുക്കായിട്ടുള്ള റൈസ് ആട്ടത്. അങ്ങനെ അത് നമ്മൾ ഇന്ന് ഊറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ലെയറായിട്ട് റൈസും അതിൻ്റെ ഇടയിൽ നമ്മളെ സവാള വറുത്തതും അങ്ങനെ ലെയറായിട്ട് 1 2 3 ലെയർ ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബാലൻസ് വന്ന മിൽമൻ്റെ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഈ പരിപാടി പൂർത്തിയായി. ആ നെയ്യ് കുറച്ച് ഓരോ ലെയറിലും കുറേശ്ശെ ഒഴിക്കണം. കുറച്ച് മല്ലിച്ചപ്പും അതിൻ്റെ മേലെ വിതറിയിട്ട് നമ്മൾ കുക്കറിൻ്റെ ടോപ്പ് നല്ലപോലെ അടച്ചു കഴിഞ്ഞാൽ ഇതെല്ലാ പരിപാടിയും സെറ്റായി. ഇനി ഫ്ലെയിം ഫുൾ ആക്കി കത്തിച്ചതിന് ശേഷം നമ്മൾ ഒരു ഫസ്റ്റ് വിസിൽ വരുന്നത് വരെ നമ്മളിതിന് കുക്ക് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഫസ്റ്റ് വിസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും സിമ്മിലാക്കിയിട്ട് ഒരു 25 മിനിറ്റ്, പച്ച ചിക്കനും പച്ച മസാല ആയതുകൊണ്ട് ശ്രദ്ധിക്കണം, 25 മിനിറ്റ് മാക്സിമം ഇത് സിമ്മിൽ വെച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുക്കറോടെ വെക്കുകയാണ്, റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുക്കർ തുറക്കാൻ പോവാണ്. കുക്കർ തുറന്നപ്പോൾ ഉള്ള അവസ്ഥ ഇതാണ്. അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ, സൂപ്പർ സ്മെല്ലാണ്. ആഹാ, ആ മിൽമ നെയ്യിൻ്റെ മണം. അടിയിലുള്ള വാഴൻ്റെ എടുത്ത് ഒഴിവാക്കിയാൽ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ആ മസാല മുകളിൽ വരുന്ന കുറച്ച് ഭാഗമല്ലേ ആ റൈസും മസാല മിക്സ് ആയത്, അതൊന്ന് ആ റൈസിലേക്ക് ഇട്ടങ്ങണ്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ആഹാ, എന്താ സ്മെല്ല്! ഓ, ആ കുക്കറിൽ കിടന്ന് ദമ്മിൽ വെന്ത അതിൻ്റെ എല്ലാ സ്മെല്ലും ഈ റൈസിലേക്ക് കയറി പിടിച്ച് നല്ല സ്മൂത്തായിട്ട് അടിപൊളി ടേസ്റ്റ് ബിരിയാണി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. അടിപൊളി ബിരിയാണി കേട്ടോ, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇത്. അങ്ങനെ ബിരിയാണി നമ്മൾ കഴിക്കാൻ പോണേ. നിങ്ങളൊന്ന് വെച്ചിട്ട് എല്ലാവരും ട്രൈ ചെയ്യണം. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഈ ചിക്കനൊക്കെ ഭയങ്കര സ്മൂത്തി ആയിരിക്കും അല്ലേ, ഇങ്ങനെ നടന്നു പോരുത്. ഇതിന് പ്രത്യേകത വെച്ചാൽ പച്ചയിൽ നമ്മൾ ദമ്മിട്ട് വേവിച്ചുകൊണ്ട് ആ ചിക്കൻ്റെ എല്ലാ സംഭവങ്ങളും ഇതിനെ കിടന്ന് വെന്ത് സെറ്റായിട്ടുണ്ടാവും. അങ്ങനെ ഭയങ്കര ടേസ്റ്റാണ്, സൂപ്പർ.